കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളൊരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ ടീച്ചിങ്സ്, പഠിപ്പിക്കലുകൾ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതും സഭയെക്കുറിച്ചുള്ളതുമായ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ 21-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അവിടെ നടന്ന ചില സംഭവങ്ങളിലൂടെ കർത്താവ് ശിഷ്യന്മാരെ വിശ്വാസത്തെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന ചില ടീച്ചിങ്സാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 21-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ കാണുന്നത് വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ്. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്നു. അതിനിടയില്ലാതെ ഒന്നും കാണാകിയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാരത് കണ്ടാറെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞു. ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്ത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് അയച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് ഫലമില്ലാത്തതിനെ കട്ട് ചെയ്ത് കളയുന്ന ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, വളരെ വിശന്നിട്ട് കർത്താവ് അത്തി വൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അത്തിവൃക്ഷത്തിൽ ഇലയല്ലാതെ ഫലമൊന്നും കണ്ടില്ല. അപ്പോൾ ഇലയല്ലാതെ ഫലമൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ വേറൊരു സ്ഥലത്ത് പറയുന്നത് അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്നാണ്. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ കാലമല്ല എങ്കിൽ പിന്നെ അവിടെ ഇലയല്ലാതെ വേറൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം എല്ലാ ഫലങ്ങളും സീസണിലാണ് ഉണ്ടാകുന്നത്, കാലമനുസരിച്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാത്തൊരു സമയത്ത് കർത്താവ്, അല്ലെങ്കിൽ ഇല തളിർക്കുന്ന സമയത്ത് കർത്താവോട് ചെന്നിട്ട് അത്തിപ്പഴം അന്വേഷിക്കുകയും അത്തിപ്പഴം ഇല്ലാതെ വന്നപ്പോൾ അതിനെ ശപിച്ചു കളയുകയും ചെയ്തതായിട്ടാണ് മറ്റ് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അങ്ങനെ മറ്റ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന ആ ഒരു കാര്യവും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ ആ ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്നുള്ളത്. നമ്മളിവിടെ പറയുന്ന, ജനറലി പറയുന്ന ഒരർത്ഥം ശിഷ്യന്മാർക്ക് കൊടുക്കുവാനുള്ളൊരു ധൈര്യം കൊടുക്കുവാനുള്ള ഒരു ഉപമയായിട്ടാണ് ഇവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വിശ്വാസത്താൽ നിങ്ങൾ എന്ത് യാചിച്ചാലും അത് ലഭിക്കും. വിശ്വാസത്താൽ എന്ത് യാചിച്ചാലും ലഭിക്കും. മലയോട് പോയി കടലിൽ വീഴാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. എനിത്തിങ് ഈസ് പോസിബിൾ ഫോർ ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനത്തിന് അത് നമ്മളിലൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്തും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് ദൈവം ഒരു ഉദാഹരണമായിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് അത് ഉണങ്ങിപ്പോയപ്പോൾ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഇത്ര ക്ഷണത്തിൽ അത് ഉണങ്ങിപ്പോയത്? സോ ഫെയ്ത്ത് വർക്ക്സ് ഇമ്മീഡിയറ്റ്ലി. അത് ഫെയ്ത്ത് എപ്പോഴും നമ്മളെ ആ നിത്യമായ റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യും. നമ്മുടെ മുമ്പിലുള്ള മലകളോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങിപ്പോവുകയും ചെയ്യും. സത്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ അനുഭവം അങ്ങനെയല്ല. നമ്മുടെ അനുഭവം അങ്ങനെയല്ല എന്ന് വന്ന് എന്തുകൊണ്ടാണ് അത്? പലപ്പോഴും നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മളിങ്ങനെ യാചിച്ച് മടുത്തവരും, പലപ്പോഴും വളരെ വർഷങ്ങളായിട്ടും ദശാബ്ദങ്ങളായിട്ടും യാചിച്ചിട്ടും ഒന്നും കിട്ടാത്തവരുമായ അനേകം ആളുകൾ എൻ്റെ ഇത് കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല അനുഭവങ്ങളും നമ്മുടെ അങ്ങനെയാണ്. പക്ഷേ കർത്താവ് പറഞ്ഞ് വിശ്വാസത്തോടെ എന്ത് അയച്ചാലും ലഭിക്കുമെന്നാണ്. ഇവിടെ നമ്മളൊരു ചെറിയൊരു ഡിസ്റ്റിങ്ഷൻ, ഒരു വ്യതിരിക്തത എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് വിശ്വാസം? എന്ത് വിശ്വാസത്തോടെയാണ് നമ്മൾ യാചിക്കേണ്ടതെന്നുള്ളതാണ്. ഇത് കിട്ടിപ്പോയി, യാചിക്കുന്നതിന് മുമ്പ് ഇതെനിക്ക് ലഭിച്ചു എന്ന് ഉള്ളം കൊണ്ട് അത്രയും തീവ്രമായൊരു വിശ്വാസത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. എന്നാൽ എന്താണ് ആ വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ്? വാട്ട്സ് ദ ഫൗണ്ടേഷൻ ഓഫ് ദാറ്റ് ഫെയ്ത്ത്? എന്ത് വിശ്വാസത്തോടെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്? എന്ത് മലയാണ് അവിടെ നീങ്ങിപ്പോകാനുള്ളത്? പ്രിയ സഹോദരങ്ങളെ, വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തീയതയുടെ അടിസ്ഥാന ശിലയാണ്. വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്, വിശ്വാസത്തിലൂടെയാണ് ക്രിസ്തുവിനെ അറിയുന്നത്, വിശ്വാസത്തിലൂടെയാണ് നമ്മൾ രക്ഷ അനുഭവിക്കുന്നത്.
വിശ്വാസത്തിലൂടെയാണ് നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തിലേക്കും തേജസ്സിലേക്കും വിശുദ്ധിയിലേക്കൊക്കെ പോകുന്നത്. ശരിക്കും ക്രിസ്തുവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. വിശ്വാസത്തിലൂടെയാണ് ഞാൻ ക്രിസ്തുവിനെ അറിയുന്നത്, ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കുന്നത്. ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തീയ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് സൂചിക്കുള്ളിലൂടെ കിടക്കുന്ന, ഇടുക്കുവാതിലൂടെ കിടക്കുന്ന, ദൈവത്തിൻ്റെ അധികാരം അനുഭവിക്കുന്ന, ദൈവം രാജാവായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ, ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, വെൻ ഗോഡ് ഈസ് യുവർ കിങ്, ക്രൈസ്റ്റ് ഈസ് യുവർ ലൈഫ്, ക്രിസ്തു നിങ്ങളുടെ ജീവനായിരിക്കും, ദൈവം നിങ്ങളുടെ രാജാവായിരിക്കും, ആത്മാവ് നിങ്ങളെ ആലോചന പറഞ്ഞ് നടത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ, അതായത് ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്, എന്ത് ചോദിച്ചാലും എന്ത് അയച്ചാലും ദൈവം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ദറ്റ് സ്പിരിച്വൽ ലൈഫ്. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തോടെ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ ധനവും കർത്താവ് നമുക്ക് തരും എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത മലകൾ, ചിലരോടുള്ള വിദ്വേഷം, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ വിടുതൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് ചില പാപങ്ങളിൽ സ്റ്റക്കായി പോകുന്നു, ചില ഹാബിറ്റുകളിൽ സ്റ്റക്കായി പോകുന്നു, ചിലരോടുള്ള നമ്മുടെ അകത്തെ അമർഷം പോകാത്തത്, ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള മലകളാണ്. ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ പറ്റാത്ത ഒത്തിരി ഒത്തിരി തടസ്സങ്ങൾ നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോൾ ഉപജീവന ചിന്തകൾ പോലെ അനേകം കാര്യങ്ങളുണ്ട്. ദറ്റ് ബ്ലോക്സ് അവർ ജേണി അഹെഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ക്രിസ്തു എന്നിൽ വസിക്കുമ്പോൾ ഈ മലകളെല്ലാം നീങ്ങിപ്പോകുന്ന രീതിയിലാണ് ഫെയ്ത്ത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫെയ്ത്തിൽ നമ്മൾ നടക്കുമ്പോൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കും, ഏത് പ്രതിസന്ധി അതിജീവിക്കാൻ സാധിക്കും. അപ്പോൾ വിശ്വാസത്തിന് അങ്ങനെ ഒരു പവറുണ്ട്. വിശ്വാസത്തിലൂടെ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഈ മലകളെല്ലാം നീങ്ങിപ്പോകുവാൻ വിശ്വാസം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മുമ്പോട്ട് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് മലയാണ് നിങ്ങൾക്ക് നീക്കേണ്ടത്? നിങ്ങൾക്ക് എവറസ്റ്റ് അവിടെ നിന്ന് നീക്കി സൗത്ത് കടലിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ ഏതെങ്കിലും മല ഇവിടുന്ന് അവിടെ നിന്ന് അങ്ങോട്ട് നീക്കി വെക്കണമെന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല. അതെല്ലാം ദൈവം പെർഫെക്റ്റായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു മലയുടെ സ്ഥാനം മാറിയാൽ ഇവിടെയുള്ള എല്ലാ കാലാവസ്ഥ സിറ്റുവേഷനും മാറും. അപ്പം അതുകൊണ്ടൊന്നും അതൊന്നുമല്ല നമ്മുടെ മലകൾ. നമ്മുടെ മുമ്പിലുള്ള മലകളെന്ന് പറയുന്നത് അത് നമ്മുടെ സ്പിരിച്വൽ യാത്രയെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങളാണ്. അത് പലപ്പോഴും നമ്മുടെ മൈൻഡിൻ്റെ കളികളാണ്. മൈൻഡിനകത്താണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. കോട്ടകൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് കോട്ടകളായിട്ട് മാറുന്നു. ആ കോട്ടകളെ ജയിക്കുന്ന, സ്ട്രോങ് ഹോൾസിനെ തകർക്കുന്ന ഒരു വിശ്വാസം, നമ്മുടെ ചുറ്റും ഉള്ള എന്ത് സ്ട്രോങ് ഹോൾഡിനെയും നിസാരവൽക്കരിക്കുന്ന ഒരു വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ നമുക്ക് ഈ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. എന്നാൽ വേറെ ചില ഉപമകളിലൂടെ പറയുമ്പോൾ ഈ ഒരു സന്ദേശത്തിൻ്റെ കൂടെ ഈ അൺസീസണൽ ഫ്രൂട്ട്സ് എന്നൊരു സന്ദേശവും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതായത് ദൈവം എപ്പോഴും നോക്കുന്നത് സീസണിൽ മാത്രം ഫലം പുറപ്പെടുവിക്കുന്ന ആൾക്കാരെ അല്ല, അൺസീസണിലും ഫലം പുറപ്പെടുവിക്കത്തക്ക രീതിയിൽ എല്ലാ സമയത്തും റെഡി ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് അത്തിമരത്തിൽ അത്തിപ്പഴമില്ല, സീസൺ അല്ലായിരുന്നു. ഇപ്പോൾ സീസൺ അല്ലെങ്കിൽ പഴം തരില്ല. നമ്മളും അങ്ങനെയാണ്. നമ്മൾ സ്നേഹമാകണമെങ്കിൽ സീസൺ വേണം, നമുക്ക് ക്ഷമിക്കണമെങ്കിൽ ഒരു സീസൺ വേണം. നമുക്ക് നിത്യമായ നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ മനുഷ്യന് സാധിക്കത്തില്ല. അപ്പോൾ കർത്താവ് നോക്കുമ്പോൾ ഫലമില്ലാത്തവരെ നമ്മളെ കാണും. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും നമ്മളെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞ ആരെങ്കിലും ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിച്ച ആരെങ്കിലും ഇരിക്കുമായിരിക്കും. അപ്പോൾ എൻ്റെ മുഖത്ത് സ്നേഹമില്ല, ഹൃദയത്തിൽ സ്നേഹമില്ല. അപ്പോൾ കർത്താവ് എന്നിൽ ഫലം തരികയാണ്. ഞാൻ പറയും കർത്താവിനോട്, കർത്താവ് ഇപ്പോൾ സീസണല്ല, അവൻ പോയി കഴിയുമ്പം സീസണാവും, അപ്പോൾ ഞാൻ പിന്നെ ശരിയായിക്കോളാം. അപ്പോൾ സീസണിൽ മാത്രം ഫലം പുറപ്പെടുവിക്കുന്ന മരങ്ങളായിട്ട് അനേകം ആളുകളുണ്ട്. അപ്പോൾ ഈ പാഠവും അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കർത്താവ് ഏത് സമയത്ത് നമ്മൾ ഫലം ചോദിക്കുമ്പോഴും ഫലം റെഡിയായിരിക്കണം. കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്ന ഫിസിക്കൽ റിട്ടേണിനെ കുറിച്ചല്ല, ഈവൻ ഏത് സമയത്തും ഗോഡ് ഡിമാൻഡ് ഫ്രൂട്ട് ഫ്രം us. ദൈവം നമ്മോട് ഫലം ചോദിക്കുന്നു. ദൈവം നമ്മൾ ഫലം എപ്പോഴും പുറപ്പെടുവിക്കുന്നവർ, നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരാകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ മുമ്പോട്ടുള്ള ക്രിസ്ത്യ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോവുകയും നമ്മൾ ക്രിസ്തുവിനെ ഓരോ നിമിഷവും അവൻ്റെ പവറോടുകൂടി അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു തടസ്സവും ഒരു വിശ്വാസിക്കില്ല ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാൻ. ടു ലീവ് ദാറ്റ് ലൈഫ് ഇൻ ഫെയ്ത്ത്, വിശ്വാസ ജീവിതം ജീവിക്കാൻ ഒരു തടസ്സവും ക്രിസ്ത്യാനിക്കില്ല. അത് ഏത് തടസ്സവും നീങ്ങിപ്പോകുവാൻ, ആ മലയോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും. അത് കർത്താവ് തരുന്നൊരു വാഗ്ദത്തമാണ്. അപ്പോൾ ക്രിസ്തുവിലുള്ളവർ എന്ത് പ്രാർത്ഥിച്ചാലും, ക്രിസ്തുവിലുള്ളവർ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ക്രിസ്തുവിനുള്ളതായിരിക്കും. അതാണ് ക്രിസ്തുവിലുള്ളവരുടെ വിശ്വാസികളുടെ പ്രാർത്ഥന. ക്രിസ്തുവിൻ്റെ ജീവനുള്ളവൻ പ്രാർത്ഥിക്കുന്നതിൽ എന്തായിരിക്കും? യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കും, ആ ജീവനെ സംബന്ധിക്കുന്നതായിരിക്കും. നമുക്ക് രണ്ട് തരം ജീവിതങ്ങളുള്ളത്. ഒന്ന് ഈ ലോകസംബന്ധമായ ജീവിതവും, മറ്റൊന്ന് ആത്മാവിൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ജീവിതവും. അപ്പോൾ
ക്രിസ്തുവിനോട് ചോദിക്കുന്ന ധനമെല്ലാം എന്ത് ജീവിതത്തിനുള്ളതാണ്? പുതിയ മനുഷ്യൻ്റെ ജീവിതത്തിനുള്ളതാണ്. ആ പുതിയ മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ ഒരു തടസ്സവുമില്ല. എത്ര പ്രതിസന്ധിയുടെ നടുവിലും ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മളിൽ ജ്വലിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഒരു സ്റ്റാൻസയിലേക്ക് പോകുമ്പോൾ അവിടെ പറയുന്നത് ഈ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും കർത്താവിനെ ചൊല്ലി ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവ് പറഞ്ഞതെല്ലാം അവർ പഠിപ്പിച്ചതിൻ്റെ അടുത്ത തലത്തിലാണ്. ഒരു ജലസി, ആളുകളെല്ലാം അത് കേട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആളുകൾ ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് പിന്നാലെ പോകുമ്പോൾ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അവർ സ്വാധീനിച്ചിരുന്ന ആ സമൂഹത്തിൽ സ്വാധീനമില്ലാതെ പോകുന്നു എന്നൊരു ടെൻഷൻ അവരുടെ ഉള്ളിലുണ്ടാകും. ഇത് ഇന്നും ആപ്ലിക്കബിളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറയുകയായിരുന്നു, അദ്ദേഹം സുവിശേഷം കേട്ട് 10-12 വർഷമായിട്ട് വിശ്വാസിയാണ്. പക്ഷെ സുവിശേഷം കേട്ടത് അടുത്തിടയ്ക്കാണ്. അതുവരെയും ഇപ്പോൾ വിടുതൽ എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ക്രിസ്തു എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് നമ്മളെ രക്ഷിച്ച് എങ്ങനെയാണെന്ന് അറിയില്ല. അതറിഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം ഒരു ദിവസം അവരുടെ ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞു. ഞാൻ കർത്താവിനെ ഇങ്ങനെ അറിഞ്ഞു, കർത്താവ് എന്താ എനിക്ക് വെച്ചിരിക്കുന്നുള്ള ധനം ഞാൻ കണ്ടെത്തി. ആ സഭ മുഴുവൻ അദ്ദേഹത്തെ എതിർത്തു. നിങ്ങൾ ദുരുപദേശമാണ് പറയുന്നതെന്ന് പറഞ്ഞു. കാരണം ദേ ആർ ഫാർ എവേ ഫ്രം ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിന്ന് വളരെ വളരെ ദൂരെയാണ്. ഇന്നത്തെ സഭകളിൽ യേശുക്രിസ്തു ഇന്നും ഇടർച്ചയാണ്. അന്ന് മാത്രമല്ല, അന്ന് മഹാപുരോഹിതന്മാർ കൂടി വന്നപ്പോൾ കർത്താവ് അവർക്കൊരു ഇടർച്ചയായി അവർ കണ്ടെത്തി. ഇന്നും യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പ്രസംഗിച്ച് നോക്കി, ഒരു സഭയ്ക്കകത്ത് തുടർച്ചയായിട്ട് ആ സഭയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. കാരണം ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രക്ചേഴ്സ് പലതും ആൻറ്റി ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ്, അതായത് ലോകത്തിൻ്റെ തത്വങ്ങൾ വെച്ചിട്ടാണ്. യേശുക്രിസ്തുവിൻ്റെ തത്വങ്ങൾ വെച്ചിട്ടല്ല, വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ വെച്ചിട്ടല്ല, വേദപുസ്തകത്തിലെ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ വെച്ചിട്ടല്ല. ഇതെല്ലാം പണിതുയർത്തിയിരിക്കുന്ന മനുഷ്യൻ്റെ പ്രമാണങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ഇന്നും സഭകളിൽ അനുവദിക്കാൻ പ്രയാസമാണ്. ഇന്ന് സഭകളിൽ ഇലക്ഷൻ നടക്കുന്നിടത്തേക്ക് യേശു കർത്താവ് ഒന്ന് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ചാട്ടവാർ എടുക്കും. ഈ ചാട്ടവാർ എടുക്കുന്ന കഥ നമ്മൾ വായിച്ചില്ല. 21-ാം അധ്യായത്തിൽ അത് കാണാം നമുക്ക്. ആദ്യ ഭാഗത്ത് 21-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. അങ്ങോട്ട് പൈസ കൊടുക്കുന്നവനും ഇങ്ങോട്ട് വാങ്ങിക്കുന്നവനും, അതായത് പൊസിഷൻ, നമുക്കൊരു ശുശ്രൂഷ കിട്ടാൻ വേണ്ടി പൈസ വിതരണം ചെയ്യുന്നവൻ. ഹീസ് എ ട്രേഡർ. അവൻ ട്രേഡ് ചെയ്യുകയാണ്. ആ ട്രേഡിൻ്റെ ഭാഗമാണത്. അതവൻ അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് വോട്ട് വാങ്ങിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർ, മനുഷ്യരുടെ പ്രമാണം അനുസരിച്ച് വിൽക്കുകയും വാങ്ങുകയും കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം കർത്താവ് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ച് കളഞ്ഞു. അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുരുടന്മാരും മുടന്തന്മാരെല്ലാം കർത്താവ് അവിടെ സൗഖ്യമാക്കി അത്ഭുതങ്ങൾ അടയാളം ചെയ്തിട്ട് പറഞ്ഞു, ഇതാണ് ദേവാലയത്തിൽ നടക്കേണ്ടത്. ദേവാലയത്തിൽ നടക്കേണ്ടത് കച്ചവടമല്ല. ഒരു കാലത്ത് ഇതൊക്കെ ദേവാലയത്തിൽ നടക്കുമായിരുന്നു. അന്ന് കച്ചവടം ഇല്ലായിരുന്നു. കച്ചവടം വന്നപ്പോൾ അത് വന്നു, ഇത് തീർന്നു. കർത്താവ് പറയാണ്, ഇത് അനേകം ആളുകൾ വന്ന് ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി ദൈവം വെച്ചിരുന്ന ഒരു ഡെലിവറൻസിൻ്റെ സ്ഥലമാണ്, ഒരു ലിബറേഷൻ്റെ സ്ഥലമാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഈ കച്ചവടം പ്രവേശിപ്പിച്ചിരിക്കുന്നു. ആളുകൾ ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നില്ല, പക്ഷേ അതേസമയത്ത് കച്ചവടം നല്ലതുപോലെ നടക്കുന്നു. ഇവിടെ ചാട്ടവാർ കർത്താവ് എടുക്കുന്നില്ല, പക്ഷേ ചാട്ടവാർ എടുത്തതായിട്ട് നമ്മൾക്ക് കരുതാം. കാരണം ഇപ്പോൾ കർത്താവ് നമ്മളെ വെറുതെ വിട്ടിരിക്കുന്നത് ചാട്ടവാർ എടുക്കാത്തത് കൊണ്ടല്ല, അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ ആ കോൺസിക്വൻസ് നമ്മൾ കുറേ കഴിയുമ്പോൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക്, ലോകത്തിന്, മതത്തിന്, വ്യവസ്ഥകൾക്ക്, ഓർഗനൈസേഷൻസിന് ക്രിസ്തുവിനോട് വിരോധമുണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, ഓർഗനൈസേഷനിൽ നന്മ ചെയ്യുമ്പോൾ അത് ഗവൺമെൻറ് നിയമം അനുസരിച്ച് ഓഡിറ്റ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും പരസ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. അതുതന്നെ വ്യവസ്ഥ ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിയാതെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയിരിക്കുക. ഇന്ന് എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ ഒരാൾ കൊണ്ടുപോയി പൈസ ഒരാൾക്ക് കൊടുക്കുന്ന അവസ്ഥയില്ല, അല്ലെങ്കിൽ സഹായിക്കുന്ന അവസ്ഥ കുറവാണ്. കൂടുതലും ഓർഗനൈസേഷണൽ ഗിവിങ് ആണ്. അപ്പം ഞാൻ കൊടുത്തു എന്ന് കാണണം. അവിടെ തന്നെ കർത്താവിൻ്റെ പ്രിൻസിപ്പിൾസിനെതിരാണ്. ഏത് ഓർഗനൈസേഷൻ നടക്കുന്നതും, സഭയല്ലാതെ വേറെ ഏത് സംഘടന നടക്കണമെങ്കിലും ഈ കർത്താവിൻ്റെ പ്രിൻസിപ്പിൾസിനെ ലംഘിക്കണം. അന്ന് മഹാപുരോഹിതന്മാർ അതുതന്നെയാണ് കണ്ടത്. മഹാപുരോഹിതന്മാർ നോക്കിയപ്പോൾ അവരുടെ തത്വങ്ങളൊന്നും ചിലവാകുന്നില്ല. കാരണം അതിനേക്കാൾ സുപ്പീരിയറായിട്ടുള്ളൊരു നീതി കർത്താവ് വെളിപ്പെടുത്തുകയും അത് ജീവിക്കുകയും ചെയ്യുന്നു. ആളുകളെല്ലാം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ആളുകളെല്ലാം ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് ഭയങ്കരമായ ഇടർച്ച ഉണ്ടാക്കി. അതുകൊണ്ട് വാക്കുകളിൽ കുരുക്കാനും ആർഗ്യൂ ചെയ്യാനും വേണ്ടി അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പല ആൾക്കാർ എന്നെ ഡിബേറ്റിന് വിളിക്കാറുണ്ട്. ഞാൻ ഡിബേറ്റുകൾക്ക് പോകാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഡിബേറ്റിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ വഴി ഒരു അംഗീകാരം ലഭിക്കുകയാണ്.
അവർ ചിലപ്പോൾ തോറ്റായിരിക്കും, ചിലപ്പോൾ ജയിച്ചേക്കാം. കാരണം ഇതെല്ലാം വാക്സാമർത്ഥ്യത്തിൻ്റെ കളിയാണ്, സത്യത്തിൻ്റെ കളിയല്ല. ഡിബേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോസ്റ്റ്ലി വാക്സാമർത്ഥ്യമാണ്. ആർക്കാണ് തക്ക സമയത്ത് അടി കൊടുക്കാൻ പറ്റുന്നത്, തക്ക വാക്യങ്ങൾ ഓർമ്മ വരുന്നത്? ഇറ്റ്സ് എ ഹ്യൂമൻ ഫാക്കൽറ്റി ടു ഡിബേറ്റ്. അതുകൊണ്ടാണ് ഉപദേശങ്ങൾ ഒരിക്കലും ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല. ഉപദേശങ്ങൾ സഭയ്ക്കകത്ത് പഠിപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മൾ മറ്റു മതങ്ങളുമായിട്ട് ഡിബേറ്റ് ഓക്കെ, പക്ഷേ സഭയ്ക്കകത്ത് പഠിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഉപദേശം. ഉപദേശം കനോട്ട് ബി ഡിബേറ്റഡ്. അതിൻ്റെ കാരണം ഡിബേറ്റുകളിലൂടെ എപ്പോഴും സ്ഥാപിക്കപ്പെടുന്നത് ഹ്യൂമൻ വിസ്ഡമാണ്. അതിനുപയോഗിക്കുന്ന ഫാക്കൽറ്റീസ് ഹ്യൂമൻ ഫാക്കൽറ്റീസാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ തർക്കിക്കാനും ചോദിക്കാനും ഒക്കെ ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവിടെ 23-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ദേവാലയത്തിൽ നിന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നു, എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആരെന്ന് ചോദിച്ചു. എൻ്റെ കാരണം യേശു കർത്താവ് ലേവ്യ പൗരോഹിത്യത്തിൽ വന്ന ആളല്ല, ദൈവീയ കാര്യങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ഒരാളല്ല. അതേസമയത്ത് അവിടുത്തെ പുരോഹിതവർഗം മുഴുവൻ അതിനകത്ത് വന്നവരാണ്. എന്നാൽ കർത്താവ് അങ്ങനെയുള്ള ഒരാളല്ല. നിനക്ക് എവിടെ നിന്നാണ് ഈ അധികാരം കിട്ടിയത്? നിന്നെ ആരാണ് ഇത് ഏൽപ്പിച്ചത്? ആരാണ് നിൻ്റെ ഗുരു? ആരാണ് നിൻ്റെ തലയിൽ കൈവച്ചത്? അല്ലെങ്കിൽ ആരാണ് നിന്നെ ഇത് നിയോഗിച്ചത്? ആ പ്രവാചകൻ ആരാണ്? സാധാരണ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ടല്ലോ, ഏലിയാവിൽ നിന്ന് എലീശ, അങ്ങനെ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരാളില്ല. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇതെന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു? അപ്പോൾ ഉടനെ വേറൊരു പ്രശ്നമുണ്ട്. യോഹന്നാൻ സ്നാപകൻ കർത്താവിന് മുമ്പേ സഞ്ചരിച്ചിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകൻ്റെ അധികാരം ഇങ്ങനെ ഉയർത്തി എന്ന് വന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ അധികാരം ഉയർത്തി എന്ന് വന്നത് നമുക്കറിയാം. അത് ഉയർത്തി നിന്ന് ഡയറക്റ്റായിട്ട് വരുന്നത് ഇവന് ചെവി കൊടുപ്പിൻ എന്ന ശബ്ദം, അതുപോലെ ഇവൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള ശബ്ദം. ഈ ശബ്ദവും ഈ വാക്കുകളും എല്ലാം ഉയർത്തി എന്നുള്ള കമ്മീഷനിങ്ങിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമോ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളോ മനുഷ്യൻ്റെ കൈവെപ്പിനാൽ ലഭിച്ചതല്ലെന്നും അത് ഉയരത്തിൽ നിന്നുള്ളതാണ് എന്നും വേദപുസ്തകത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ട് ഇവർ കർത്താവിനോട് ചോദിക്കുന്നത്, നിനക്ക് ഈ അധികാരം ലഭിച്ചത് ആരുടെ കൈവെപ്പിനാലാണ്? എങ്ങനെയാണ്? നിന്നെ ആരാണ് അധികാരപ്പെടുത്തിയത് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ? കർത്താവ് ഉടനെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, യോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറയുന്ന ഉത്തരം, മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി പേര് യോഹന്നാൻ്റെ ഫാൻസ് ഉണ്ട്. അവർ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പഞ്ഞിക്കിടുക എന്ന് പറയും, അതായത് നിരപ്പാക്കി കളയും. അപ്പോൾ അത് പറയാൻ പറ്റില്ല, മനുഷ്യരുടെ എന്ന് പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കർത്താവ് ചോദിക്കും, ദൈവത്തിൻ്റെതാണെങ്കിൽ പിന്നെ നിങ്ങളെന്താ പോയി സ്നാനപ്പെടാൻ ഞാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുന്നതുകൊണ്ട് അതും പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് രണ്ടിനും ഉത്തരവില്ല. കാരണം ഇങ്ങനെയാണ് ഇന്നത്തെ കേസ്. ഏത് കേസുമായിട്ട് ചെന്ന് കഴിഞ്ഞാലും രണ്ടിടത്തും ആൾക്കാരില്ല, അല്ല രണ്ടിനും മൂളും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ശത്രുക്കളാവും. സ്റ്റാൻഡ് എടുക്കാൻ ഭയമാണ്. വിശ്വാസത്തെക്കുറിച്ചോ വിശുദ്ധിയെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ സ്റ്റാൻഡ് എടുക്കുകയില്ല, ഒരു സ്റ്റാൻഡ് എടുക്കില്ല. കാരണം ഒരു സ്റ്റാൻഡ് എടുത്തു പോയാൽ കുറച്ച് ആൾക്കാർ ശത്രുക്കളാവും. ഇതാണ് മനുഷ്യരുടെ എപ്പോഴത്തെയും പ്രോബ്ലം. ഓക്കെ, അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ ഇവിടെ നിന്ന് വന്നതെന്ന് പറയും. അതാണ് ഏറ്റവും സേഫായിട്ടുള്ള ആൻസർ. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അഗ്നോസ്റ്റിസിസം എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള നോൺ ക്രിസ്ത്യൻ ഫിലോസഫിയാണ് അഗ്നോസ്റ്റിസിസം. പക്ഷേ മണ്ടത്തരമാണെങ്കിൽ പോലും അത് സേഫാണ്. എനിക്കറിയില്ല, അറിയാൻ വഴിയില്ല. അത് ശരിയാണെന്ന് ആർക്കറിയാം? എങ്ങനെ അറിയാം? ദൈവം സൃഷ്ടിച്ചാണോ? ആർക്കറിയാം? ഇവല്യൂഷൻ ആയിരിക്കും, ആർക്കറിയാം? ഞങ്ങൾക്കറിയത്തില്ല. അറിയത്തില്ല എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഡിഫെൻസാണ്. അത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഡിഫെൻസാണ്. സത്യത്തെ ഫേസ് ചെയ്യാൻ പറ്റാത്തവരാണ് ഈ ഞങ്ങൾക്കറിയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു മുങ്ങാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അത് കർത്താവ് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത് എന്നാൽ കർത്താവ് പറഞ്ഞതാന്നുള്ള അർത്ഥത്തിലല്ല. ഞങ്ങൾക്ക് അറിയില്ല, അത് നീ എന്തെന്ന് വെച്ചാൽ പറഞ്ഞോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഏതധികാരം കൊണ്ട് ഞാനിത് ചെയ്യുന്നു ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം കർത്താവ് താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്ന്, മകനെ ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞവനും എനിക്ക് മനസ്സില്ല എന്നവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ചവൻ പോയി. രണ്ടാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്നു, അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പോകാമപ്പ എന്നവൻ ഉത്തരം പറഞ്ഞു, പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കിടക്കുന്നുവെന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, യോഹന്നാൻ നീതിമാർഗ്ഗ ഉപദേശം നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ സ്വീകരിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ മുഴുവൻ, അതായത് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഈ മതത്തിൽ തുടരുന്നിടത്തോളം കാലം, ഇഫ് യു ആർ കണ്ടിന്യൂയിങ് ഇൻ എ റിലീജിയൻ, അത് ഏത് ഡിനോമിനേഷൻ ആയാലും റിലീജിയസ് ആയിട്ടുള്ളൊരു നീതി, അതായത് കർത്താവ് പറയാത്ത പുതിയൊരു നീതി. എന്താണ് ഈ റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് റിലീജിയനായി മാറുന്നത്? എങ്ങനെയാണ് ഒരു മതമായി മാറുന്നത്? ക്രിസ്ത്യാനിറ്റി മതമായി മാറുന്നത് ദൈവം പറയാത്ത നിയമങ്ങൾ കൊണ്ടുവന്നിട്ടാണ്. ദൈവം പറയാത്ത നിയമങ്ങൾ കൊണ്ടുവരാതെ നമ്മുടെ മാനുഷികമായ നിയമങ്ങൾ വെച്ച്, വ്യവസ്ഥകൾ വെച്ച് ഉണ്ടാക്കുന്ന
പ്രസ്ഥാനങ്ങളാണ് മതങ്ങളായിട്ട് മാറുന്നത്. അതായത് ദൈവം ഉണ്ടെന്ന് പറയുകയും എന്നാൽ ദൈവികമായ വ്യവസ്ഥകൾക്ക് പകരം മാനുഷികമായ വ്യവസ്ഥകൾ വയ്ക്കുമ്പോഴാണ് അത് എന്താ പറയുന്നത് ഈ മതമായിട്ട് മാറുന്നത്. ഈ മതമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ എപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവും. പരീശന്മാർക്കും ശാസ്ത്രന്മാർക്കും അങ്ങനൊരു മനോഭാവം ഉണ്ടായിരുന്നു. അവർ എപ്പോഴും ഞങ്ങളനുസരിക്കും, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കും എന്ന് പറയും. പക്ഷെ അവരനുസരിക്കില്ല. അവർക്ക് അനുസരിക്കാൻ പറ്റത്തുമില്ല. കാരണം അവർ അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മതം തകർന്നു പോകും. അനുസരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ ഒരു പ്രസിഡൻറ്റ് അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ ട്രഷറർ, അതല്ലെങ്കിൽ സൂപ്രണ്ട്, ഡയറക്ടർ, മിഷൻസിൻ്റെ അല്ലെങ്കിൽ ചർച്ചിൻ്റെ ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക. ഇലക്ഷൻ നടക്കുക. അപ്പോൾ ഒരാൾ തീരുമാനിക്കുകയാണ്, ഇല്ല, എൻ്റെ സഹോദരൻ ഞാൻ എന്നേക്കാൾ ശ്രേഷ്ഠനായി എണ്ണണം, അവനെതിരെ മത്സരിക്കുന്നത് ആഭിചാരദോഷമാണ്, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയില്ല. മത്സരിച്ചേ പറ്റൂ. നിങ്ങളുടെ സഹോദരനേക്കാൾ നിങ്ങൾ മിടുക്കനാണെന്ന് തെളിയിച്ചേ പറ്റൂ. നിങ്ങളുടെ സഹോദരനേക്കാൾ നിങ്ങൾ യോഗ്യനും കഴിവുള്ളവനും മിടുക്കനുമാണ് എന്ന് നിങ്ങൾക്ക് തെളിയിച്ചേ പറ്റൂ. അതാണ് ഇതിനകത്ത് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യവസ്ഥ എന്ന് പറയുന്നത് മുഴുവൻ കർത്താവിൻ്റെ വചനങ്ങൾക്കെതിരാണ്. ഇപ്പോൾ ഒരു മതമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. അവരെല്ലാം അനുസരിക്കും എന്ന് പറയും, പക്ഷെ ഒന്നും അനുസരിക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. വീണ്ടും അത് പാപത്തിലേക്ക് ഡ്രിഫ്റ്റായി പോയിക്കൊണ്ടിരിക്കും. എന്നാൽ വെളിയിലുള്ളവർ, ഈ മതത്തിൻ്റെ ഭാരമില്ലാതെ വെളിയിലൂടെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ ദൈവ കാര്യങ്ങളിലൊന്നും ഇഷ്ടമൊന്നുമില്ല. എത്ര പേരാണ് വെളിയിൽ, അവർക്ക് ദൈവത്തെക്കുറിച്ച് പറയുന്നതിന് ഇഷ്ടമില്ല, എന്ത് പറഞ്ഞാൽ അനുസരിക്കുകയില്ലാത്തവരാ. പക്ഷേ ഒരു സമയത്ത് അവർ അനുതാപമുണ്ടായിട്ട് കർത്താവിന് വേണ്ടി റാഡിക്കലായിട്ട് മുമ്പോട്ടിറങ്ങുന്ന കാണാം. ഒരിക്കലും ഈ പുരോഹിത വൃന്ദത്തിന് അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. നിങ്ങളുള്ളൊരു മതം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കർത്താവിന് വേണ്ടി ഒരു റാഡിക്കലായിട്ട് ഇറങ്ങാൻ പറ്റില്ല. കർത്താവിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. കർത്താവിന് വേണ്ടി ജീവിക്കാനോ ദൂര സ്ഥലത്തേക്ക് പോകാനോ സുവിശേഷകനോ ശുശ്രൂഷകനോ ഒന്നും ആകാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതത്തിൽ സ്റ്റെബിലൈസ് ആയി പോകുന്നവർക്ക് ഒരിക്കലും ആത്മാവിൻ്റെ ഫ്രീഡം ഉണ്ടാവുകയില്ല. അതേസമയത്ത് വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ അവർ ആദ്യകാലത്ത് അനുദപിക്കുന്നില്ല. എന്നാൽ എപ്പോഴാണോ അവരുടെ ഹൃദയം തുറക്കുന്നത് ആ സമയത്ത് അവർ ഭയങ്കര ശക്തമായിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ പറയുന്ന ആദ്യത്തെ ആൾ കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് ആദ്യം മൈൻഡ് ചെയ്യാതിരുന്നെങ്കിൽ പിന്നീട് ഹൃദയം തുറന്ന് അനുദപിച്ച് പോകുന്നവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടെത്തിയത്, ഈ വേദവസ്തുന്ന് കണ്ടെത്തിയത്, ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യനീതിയിൽ സൃഷ്ടിക്കപ്പെടുന്ന മതങ്ങളാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം ആരാണ് നീതിമാൻ, എന്താണ് നീതി എന്നുള്ളതാണ്. മനുഷ്യൻ പറയുന്നത് ഞാനാണ് നീതിമാൻ, എന്താണ് നീതിയെന്ന് ഞാൻ തീരുമാനിക്കും, ഇങ്ങനെ ചെയ്യുന്നവൻ നീതിമാൻ, അങ്ങനെ ചെയ്യുന്നവൻ നീതിമാനല്ല, ഈ പണി ചെയ്യുന്നവൻ നീതിമാനല്ല, അത് ഞാൻ തീരുമാനിക്കും. ബൈബിളിൽ അങ്ങനെയുണ്ടോ? ബൈബിളിൽ അങ്ങനെയില്ല. പക്ഷേ ഈ സഭയുടെ നീതി തീരുമാനിക്കുന്നത് ഞാനാണ്. ഇവിടെ ഇത് തെറ്റാണ്, ഇവിടെ ഇത് പറ്റത്തില്ല. ബൈബിളിലില്ല. ബൈബിളിലെ നീതിയായിട്ട് ബന്ധമില്ല. ബൈബിളിൽ ഏതെങ്കിലും നീതി നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? അതില്ല. ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നില്ല. ഞങ്ങൾ വേറൊരു നീതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സഭയുടെ നീതിയാണ്. സഭയിൽ നിലനിന്ന് പോകണമെങ്കിൽ ഇതനുസരിക്കണം, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇതനുസരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയോ അത് ഞങ്ങൾ വിട്ടു. ഇങ്ങനെയാണ് മതം ഉണ്ടാകുന്നത്. മതം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ നീതിയിലേക്ക് പോകാൻ പറ്റില്ല. നീതിമാൻ ഞാനാണ്, നീതി എന്താണെന്ന് ഞാൻ തീരുമാനിക്കും. ഇതാണ് മതത്തിൻ്റെ ധിക്കാരം. എല്ലാ മതങ്ങളും അങ്ങനെയാണ്. എല്ലാ സഭകളും അവർ ഓർഗനൈസേഷനായി മാറി കഴിയുമ്പോൾ ഇങ്ങനെയായി മാറും. ക്രൈസ്റ്റ് ഈസ് നോട്ട് ഗ്ലോറിഫൈഡ്, ഹിസ് റൈച്ചസ്നെസ് ഈസ് നോട്ട് പ്രൊക്ലെയിംഡ്. അത് ഉയർത്തപ്പെടുന്നില്ല. ആ ഒരു അവസ്ഥ, ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് എല്ലാ മതങ്ങളുടെ ആചാരങ്ങളും അവരനുസരിക്കുന്നത്. ഇത് ഭയങ്കര ഫെർവറാണ്, തീഷ്ണതയാണ്. അല്ല IPC എന്ന് കേൾക്കുമ്പോൾ, ചർച്ച് ഓഫ് ഗോഡ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഞരമ്പുകളിൽ രക്തം അവർക്കൊരു ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ്, ഞാൻ, ആത്മീകത. പക്ഷേ കർത്താവിൻ്റെ ഒരു കൽപ്പന അനുസരിക്കണമെന്നില്ല. മനുഷ്യനിർമ്മിതമായ പ്രമാണങ്ങൾ, ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മളെ തന്നെ വിവേചിക്കുന്നതാണല്ലോ പുറത്തുള്ളവർ വിധിക്കുന്നതിനേക്കാളും നല്ലതെന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. വിശ്വാസ സമൂഹത്തെ, വേർപെട്ട വിശ്വാസ സമൂഹങ്ങളിൽ നോക്കിക്കഴിയുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ക്രിയേഷൻ ഓഫ് ന്യൂ റിലീജിയൻസ്, പുതിയ മതങ്ങൾ ഉണ്ടായി വരുന്നു, പുതിയ വ്യവസ്ഥകൾ ഉണ്ടായി വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് അനുസരിക്കുന്നുണ്ടെന്നാണ്, പക്ഷെ അനുസരിക്കാൻ അവർക്ക് കഴിവില്ല. ഇതാണ് രണ്ടാമത്തെ മകനെ കാണിക്കുന്നത്. അതായത് അവൻ അനുസരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഹി സെറ്റിൽഡ് അറ്റ് അനദർ ലെവൽ. അവൻ്റെ മുകളിലോട്ട് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ആദ്യത്തെ മകൻ അങ്ങനെയല്ല. അവൻ ഒന്നിനകത്ത് സെറ്റിൽഡ് അല്ല. അവൻ ഡിസൊബീഡിയൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു, ഔട്ട്സൈഡറായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ നീതി എപ്പോഴാണോ മനസ്സിലായത്, അപ്പോൾ അവൻ്റെ ഹൃദയം തകർന്നു. അയ്യോ കർത്താവെ എന്നവൻ വിളിച്ചു. ഇത് ആദ്യത്തെ ആളാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതത്തിനെതിരെയാണ്. കർത്താവിൻ്റെ എല്ലാ പഠിപ്പിക്കലുകളും മതത്തിനും മത വ്യവസ്ഥകൾക്കെതിരാണ്.
ആ വ്യവസ്ഥകൾക്കെതിരെ കർത്താവ് സംസാരിച്ചുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ ക്രൂശിക്കുന്നത്. ശരിക്കും കർത്താവിനെ ക്രൂശിക്കുന്ന ആരാണ്? കർത്താവിനെ ഇന്നിവിടെ വന്നാലും ക്രൂശിക്കുന്നത് വിശ്വാസികളെന്ന് പേരുപെടുത്ത ആൾക്കാരായിരിക്കും. കാരണം അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല യേശുക്രിസ്തുവിനെ. ഒരു ദിവസം ഞാൻ എൻ്റെ ചർച്ചിൽ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പം അവർ എന്നോട് ചോദിച്ചു, കുറച്ചും കൂടെ ഡൈല്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റത്തില്ല. കാരണം ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. മാറ്റിയാൽ എൻ്റെ ശുശ്രൂഷ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ വൈകിട്ട് വരാതിരിക്കാമോ? ഞാൻ ചോദിച്ചു, ഓക്കെ, വരുന്നില്ല. പക്ഷെ ഞാൻ വരാൻ തയ്യാറാണ്. നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നില്ല. നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഇനിയും വരും എന്ന് പറഞ്ഞു. കാരണം എൻ്റെ യജമാനൻ സ്വർഗത്തിലായിരിക്കുന്നത്. കാരണം അവരോട് വേണമെങ്കിൽ എനിക്ക് പോകാതിരിക്കാനൊന്നും പറ്റത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ക്രിസ്തു എന്ന് പറയുന്നത് ഇന്നും തള്ളപ്പെടുന്ന മൂലക്കല്ലായി തന്നെ സഭകളിൽ കിടക്കുന്നു. കാരണം അവർ വേറൊരു നീതിയിൽ രസിക്കുന്നു. വേറൊരു നീതി കൊണ്ട് അവർ നീതിമാന്മാരെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ തികഞ്ഞ നീതിയിലേക്ക് നോക്കാൻ, കർത്താവിൻ്റെ തികഞ്ഞ പ്രസാദത്തിലേക്ക് നോക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന നീതിയുടെ, സമാധാനത്തിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ ആ സന്തോഷത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കുവാൻ, ഞങ്ങളുള്ള വൈരാഗ്യ ബുദ്ധി, ഞങ്ങളുള്ള മത്സര ബുദ്ധി, ഇതെല്ലാം ഇല്ലാതെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി വിശദീകരിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.